ഈ കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സീമാക് 3 ആ കപ്പലിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഇവിടെയുള്ളത്, പ്രമോദ് ഫിലിപ്പ്. ദീർഘകാലം അദ്ദേഹം ഓഡിറ്ററായിരുന്നു. ഇതുപോലെയുള്ള പല ദൗത്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം സാർ. ഇതിൻ്റെ ഇപ്പം ഈ കൊച്ചിയിലെ ദൗത്യം, അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ മുങ്ങൽ വിദഗ്ധരുടെ ഡൈവിങ്ങിനെ കുറിച്ച്. ഇപ്പോൾ കരയിലുള്ളതുപോലെയല്ലോ കടലിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, സമ്മർദ്ദമുണ്ട്, ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എങ്ങനെയാണിത് ചെയ്യുന്നത്? നിങ്ങൾ ആഗോളതലത്തിൽ പല ദൗത്യങ്ങളിൽ പങ്കെടുത്ത ആളാണല്ലോ. ഇത് സീമക് 3 എന്ന കപ്പൽ, അത് ഡൈവിംഗ് ഷിപ്പാണ്. ഡൈവിംഗ് സപ്പോർട്ട് വെസൽ എന്നാണ് പറയുന്നത്. ഡൈവിംഗ് സപ്പോർട്ട് വെസൽ എന്താ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണത്? ഇത് ഡൈവിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഡൈവിങ് തന്നെ പലതരത്തിലുണ്ട്. എയർ ഡൈവിംഗ് ഉണ്ട്, സാച്ചുറേഷൻ ഡൈവിംഗ് ഉണ്ട്. അപ്പോൾ ഈ എയർ ഡൈവിംഗ് സിസ്റ്റവും സാച്ചുറേഷൻ ഡൈവിംഗ് സിസ്റ്റവും ഈ കപ്പലിൽ ഉണ്ട്. പിന്നെ ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് DP2 സിസ്റ്റത്തിലാണ്, ഡൈനാമിക് പൊസിഷനിങ്. അതായത് ഒരു സാറ്റലൈറ്റ് കൺട്രോൾ, കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എയർ ഡൈവിംഗ് സിസ്റ്റം ഉണ്ട്. അതൊരു 50 മീറ്റർ ഡെപ്ത് വരെ ഡൈവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ കപ്പലിനുണ്ട്. അതിൽ കൂടുതൽ പോകുന്നത് സാച്ചുറേഷൻ ഡൈവിംഗ് എന്ന് പറയും. ഈ സാച്ചുറേഷൻ ഡൈവിങ് അപ് ടു 50 മീറ്റർ പ്ലസ് അല്ലെങ്കിൽ 18 മീറ്റർ മുതൽ ഈ സാച്ചുറേഷൻ ഡൈവിങ് ചെയ്യാം. അത് സാച്ചുറേഷൻ ഡൈവിങ്ങിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാച്ചുറേഷൻ ഡൈവിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡൈവർക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയെ സാച്ചുറേറ്റ് ചെയ്യുക. ബോഡിയെ സാച്ചുറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡൈവർ താഴെയുള്ള മർദ്ദത്തിനോട് പൊരുത്തപ്പെടുക അല്ലേ? അതെ, താഴെയുള്ള മർദ്ദത്തിനോട് പൊരുത്തപ്പെടുക, താഴെ അതിനൊപ്പം നിൽക്കുക അല്ലേ? അതിനൊപ്പം നിൽക്കുക. അതായത് ഇപ്പോൾ താഴെ ഇപ്പോൾ ഈ MSC എൽസ എന്ന് പറഞ്ഞ കപ്പൽ പോയിക്കുന്നത് ഇപ്പോൾ അറൗണ്ട് 51 മീറ്ററിലാണ്, ഡെപ്തിലാണ് ഈ കപ്പൽ കിടക്കുന്നത്. അപ്പോൾ 51 മീറ്റർ ഡെപ്തിൽ എവരി 10 മീറ്റർ പ്രഷർ എന്ന് പറയുന്നത് 1 kg അല്ലെ 1 ബാർ പ്രഷറാണ്. അപ്പോൾ 51 മീറ്റർ ഡെപ്തിൽ പറഞ്ഞാൽ 5.1 + 1 6.1 kg പ്രഷർ ആ പറയുന്ന പർട്ടിക്കുലർ ഡെപ്തിൽ എവിടെയാണ് ഈ എൽസ എന്ന ഷിപ്പ് കിടക്കുന്നത്, ആ ഷിപ്പിൻ്റെ ആ ഡെപ്തിൽ അത്രയുണ്ട്. അപ്പോൾ അത്രയും ഡെപ്തിൽ ഈ സാൽവേജ് ഓപ്പറേഷന് വേണ്ടി ഈ കപ്പൽ പോകണമെങ്കിൽ അത് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു കപ്പലായിരിക്കണം ഇത് പോകേണ്ടത്. അത് സീമക് 3 അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. രക്ഷാദൗത്യത്തിൽ ഈ ലിവിങ് ചേംബർ എന്ന് പറയുന്ന ഒരു കാര്യം ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്താണത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലിവിങ് ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെട്രോൾ ടാങ്കർ വണ്ടികളുണ്ടല്ലോ, അതുപോലത്തെ ഒരു ചേംബർ. ആ ചേംബറിൻ്റെ അകത്തോട്ട് അതൊരു ഏറെക്കുറെ അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ, ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഏറെക്കുറെ ഒരു 2 മീറ്റർ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതിൽ നിന്നാൽ, അല്ലെ ഒരു ഡൈവർ അതിൻ്റെ അകത്ത് നിന്നാൽ അദ്ദേഹത്തിൻ്റെ തല മുട്ടും, അത്രയും ഹൈറ്റേ ഉള്ളൂ. അതൊരു 6 മീറ്റർ ലോങ്. അതിൽ ഈ നമ്മുടെ ട്രെയിനിൽ കാണുന്ന മാതിരിയുള്ള ബങ്ക് സിസ്റ്റമാണ്. 4 ബങ്ക്, അങ്ങനത്തെ 3 ചേംബർ. സീമക് 3യെ പറ്റി പറഞ്ഞാൽ അവർക്ക് 3 ഇതുപോലത്തെ ചേംബറാണ്. ഈ 3 ചേംബറിൽ ഇതുപോലെ 4 ഇവർക്ക് കിടക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ ചേംബറിലോട്ട് ഡൈവേഴ്സിനെ കയറ്റി കതപടച്ചിട്ട് ഹീലിയോക്സ് എന്ന ഗ്യാസ് കൊണ്ട് ഇതിനെ പ്രഷറൈസ് ചെയ്യും, മർദ്ദം കൂട്ടുമ്പം പതുക്കെ അതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതിന് താഴ്ചയിൽ ആ കപ്പൽ കിടക്കുന്ന ആ സ്ഥലത്തെ മർദ്ദത്തിലേക്ക് കൊണ്ടുവരും. അതായത് ഈ പറയുന്ന 51 മീറ്റർ ഡെപ്തുമായിട്ട് താരതമ്യപ്പെട്ടു പോകുന്ന ഒരു മർദ്ദത്തിലേക്ക് വരും. ഇപ്പം 51 മീറ്റർ ഡെപ്തിലാണ് ഈ പറയുന്ന കപ്പൽ കിടക്കുന്നതെങ്കിൽ ആ കപ്പലിൻ്റെ സാൽവേജ് ഓപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഈ 51 മീറ്റർ ഡെപ്ത്, അതായത് 5.1 + 1 6.1 kg പ്രഷറിന് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്ന പ്രഷറിലേക്ക് ഈ ചേംബറിനെ കൊണ്ടുപോയിട്ട് പിന്നെ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3-4 മണിക്കൂർ അല്ലെ 3 മണിക്കൂറും കൊണ്ട് ആ ഒരു മർദ്ദത്തിൽ വന്നിട്ട് 9 പേരാണ് പോകുന്നതെങ്കിൽ ആ 9 പേരെയും ആ ഒരു മർദ്ദത്തിൽ സാച്ചുറേറ്റ് ചെയ്യും. അവർ സ്റ്റെബിലൈസ് ആയതിനു ശേഷം ഒരു പേടകം ഇതിൻ്റെ ഈ ചേംബറുമായിട്ട് കണക്ട് ചെയ്യും. ഈ സീമക് 3യുടെ കപ്പലിൻ്റെ
ഈ ഈ പേടകം എന്ന് പറയുന്നത് 4.5 ക്യൂബിക് മീറ്റർ വോളിയമാണ്. അപ്പം ഈ 4.5 ക്യൂബിക് മീറ്റർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോയുടെ വലിപ്പമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ആകൃതി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അതൊരു ക്യാപ്സൂൾ ക്യാപ്സൂൾ മാതിരിയാണ്. അത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹൈഡ്രോളിക് കൺട്രോൾഡ് ഒരു സിസ്റ്റം അതിൽ അറ്റാച്ച്ഡ് ആണ്. ഈ പേടകത്തിലോട്ട് ഡൈവേഴ്സ് ട്രാൻസ്ഫർ ആവുന്നു. ഡൈവേഴ്സ് ട്രാൻസ്ഫർ ആയിട്ട് പേടകത്തിൻ്റെ ഡോർ അടയ്ക്കും, ചേംബറിൻ്റെ ഡോർ അടയ്ക്കും. ഇപ്പം എന്നിട്ട് ഈ പേടകം നേരെ വെള്ളത്തിലേക്ക് പോകും. വെള്ളത്തിലേക്ക് പോയിട്ട് ഈ 51 മീറ്റർ ഡെപ്തിലാണെങ്കിൽ അതിന് അടുത്തടുപ്പിച്ചിട്ടുള്ള ഡെപ്തിൽ ഈ പേടകം കൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ ഡോറ് തുറക്കും. അതിൻ്റെ ഡോറ് തുറന്ന് ഡൈവേഴ്സ് പുറത്തോട്ട് പോകും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ പ്രഷറും പുറത്തെ പ്രഷറും സെയിം ആണെങ്കിൽ വെള്ളം കയറത്തില്ല. അതിനൊരു സിമ്പിൾ എക്സാമ്പിളാണ്, നമ്മളൊരു ഗ്ലാസ് ഒരു ബക്കറ്റിലോട്ട് കമത്തിട്ട് ഇങ്ങനെ താക്കുന്നുണ്ടെ അതിനകത്തോട്ട് വെള്ളം കയറത്തില്ലല്ലോ. എന്നാൽ അതൊരു 10 മീറ്ററൊക്കെ താത്ത് കഴിയുമ്പം അതിന് പകുതി വെള്ളം കയറും. കാരണം പുറത്തെ പ്രഷർ എന്ന് പറയുന്നത് 2 kg പ്രഷറായി. അപ്പോൾ അകത്തും ആ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതങ്ങനെ ദീർഘകാലത്തേക്ക് ഈ ചേമ്പറിൽ തന്നെ ഇവർ കഴിയേണ്ടി വരുമോ? ഒരു സാച്ചുറേഷൻ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 28 ദിവസം ഈ ചേമ്പറിലായിരിക്കും അവർ. ശരി, 28 ദിവസം. അപ്പോൾ ടീം 1 ഡൈവിങ്ങിന് പോയി, അവരൊരു 8 മണിക്കൂർ ഡൈവ് ചെയ്തു. അപ്പോൾ മറ്റ് 2 ടീം അവർ റിലാക്സ് ചെയ്യുക, അല്ലെ അവർ ഉറങ്ങുകയാണ്, അല്ലെ എന്തെങ്കിലും അവരുടേതായ ബുക്കുകൾ വായിക്കുക, ടൈം പാസ് ചെയ്യുന്നു. ഈ 8 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഈ ടീം തിരിച്ചു വരുമ്പോഴത്തേക്കിനും അടുത്ത ടീം പോകാനായിട്ട് റെഡി ആയിരിക്കണം. അപ്പോൾ ഈ ഡൈവ് ചെയ്ത് വന്ന ടീം അവർ റിലാക്സ് മോഡിലേക്ക് പോകും. അങ്ങനെ ടീം 1 ഡൈവ് ചെയ്തു, ടീം 2 ഡൈവ് ചെയ്തു, ടീം 3 ഡൈവ് ചെയ്തു, വീണ്ടും ടീം 1ൻ്റെ ആ ഒരു ഇതിലേക്ക് വരിക. അപ്പോൾ ഇവർ എല്ലാ സമയത്തും ഈ ചേമ്പറിൽ തന്നെ, അതായത് ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും ബാത്റൂം ഫെസിലിറ്റീസ് ഈ ചേമ്പറിൻ്റെ അകത്തുണ്ട്. ശരി, ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഈ അവർ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം വാട്സപ്പും മൊബൈലും ഒക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ കുറച്ചൊക്കെ ആനന്ദം കണ്ടെത്തിയിട്ട് അവർ അത് ടൈം പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 28 ദിവസം അവർ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. 28 ദിവസം ആകുമ്പോഴത്തേക്കിനും ഇവരെ പുറത്തോട്ട് എടുക്കാനായിട്ടുള്ള ഒരു... അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡീകംപ്രഷൻ എന്ന് പറയും. ഡീകംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ അതിൻ്റെ അകത്തെ മർദ്ദം കുറച്ച് കൊണ്ടുവരിക. ഈ മർദ്ദം കുറയ്ക്കുമ്പം അതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ ലെവൽ കൂട്ടുക. അപ്പോൾ ഈ 51 മീറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു 8% പ്രഷറൊക്കെ ഉള്ളൂ, 8% ഓക്സിജനൊക്കെ ഉള്ളൂ. ഈ മർദ്ദം കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ വായു അല്ല ഇതിൻ്റെ അകത്തെ ഗ്യാസ് പുറത്തോട്ട് പോകും. പുറത്തോട്ട് അത് കൺട്രോൾഡ് വേയില്ല, അതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് പുറത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഈ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ 8 തന്നെ നിൽക്കുമല്ലേ അല്ലേ. അപ്പോൾ അത് ഏത് ഡെപ്തിൽ ഏത് പ്രഷറിൽ ഏത് പെർസെൻറ്റേജ് അത് വേണം എന്നുള്ളത് അത് കൃത്യമായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് കൺട്രോൾ പാനല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ്, കാർബൺ ഡയോക്സൈഡിൻ്റെ പെർസെൻറ്റേജ്, ഇവരുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ടൈം അത് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മുകളിൽ കപ്പലിൽ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവർക്ക് കാലങ്ങളിൽ അവർക്ക് വേണ്ടിയപ്പം ചൂടുവെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കാപ്പി ഇടാനായിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടിയപ്പം ഭക്ഷണം കൊടുക്കും. ഡൈവിങ്ങിന് പോകേണ്ട സമയത്ത് ഡൈവിങ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഈ എന്താണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് അതിന് ഒരു മെഡിക്കൽ ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു ഇതുപോലെ തന്നെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ആ മെഡിക്കൽ ലോക്കിൽ കൂടെ ഈ പറയുന്ന സാധനങ്ങൾ കൊടുക്കും. പിന്നെ ഇത് ചെയ്യുന്നതെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതുമായിട്ട് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ലെവലിലുള്ളവരാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരാളിങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ അത് സാധിക്കുന്ന കാര്യമല്ല. സാറിൻ്റെ അനുഭവത്തിലുള്ള അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. ഈവൻ സീമക് 3യുടെ തന്നെ ഒരു വലിയ അപകടം 1995 ഞാൻ ആ കപ്പലിലുള്ള സമയത്താണ് ഒരു സൈക്ലോൺ ഹിറ്റ് ഉണ്ടായി 1995. അപ്പം സൈക്ലോൺ ഹിറ്റ് ഉണ്ടായിട്ട് എനിക്ക് ഒരുപാട് കപ്പലുകൾ കരയ്ക്ക് വന്നടിഞ്ഞ് കരയ്ക്ക് കയറി ബീച്ചിൽ കയറിയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ പല കപ്പലുകൾ എവിടെയായിരുന്നത്? ബോംബെയിൽ. അപ്പം ഇതിൽ ഈ സീമക് 3യും ഹിറ്റായിട്ട് സീമക് 3യുടെ ഒരു സീ ചെസ്റ്റ് താഴെ നിന്ന് എൻജിൻ റൂം ഫ്ലഡ് ചെയ്യാൻ തുടങ്ങി.
പതുക്കെ പതുക്കെ വെള്ളം അകത്തോട്ട് കയറുന്നു. അപ്പോൾ ഈ ഡൈവേഴ്സ് ചേമ്പറിൻ്റെ അകത്തുണ്ട്. ഓ അത് ശരി. വളരെ സമയത്താണ്. ആ സമയത്ത് ഡൈവേഴ്സ് ചേമ്പറിൻ്റെ അകത്തുണ്ട്. അവരെ രക്ഷിക്കണം. അവരെ രക്ഷിക്കണം പറഞ്ഞാൽ പെട്ടെന്ന് അവരെ വാതിൽ തുറന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അതെ അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ചേമ്പർ ലൈഫ് ബോട്ടിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈഫ് ബോട്ടിലോട്ട് അതൊരു ടണൽ വഴി ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ടണൽ വഴി ഈ ഡൈവേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ കപ്പൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ര സുഖകരമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോയി. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഏറെക്കുറെ ഒരു 3-4 മണിക്കൂറത്തെ ഒരു ഭീകരമായിട്ടുള്ള സിറ്റുവേഷന് ശേഷം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ കപ്പലിൽ തന്നെ എഞ്ചിൻ റൂമിൽ ഒരു സ്റ്റാഫ് ചെന്നിട്ട് ഇതിൻ്റെ സീച്ചസ് വാൽവ് കൃത്യമായിട്ട് അടച്ച് അങ്ങനെ വെള്ളം നിന്നു. പിന്നെ അത് ആ വെള്ളം പമ്പോട്ട് ചെയ്തിട്ട് പതുക്കെ സ്ട്രേറ്റ് വേ കപ്പൽ നേരെ ബോംബെ പോർട്ടിലേക്ക് വന്നു. അങ്ങനത്തെ ഒരുപാട് ഇത് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിങ്ങിൽ ഈ ഡൈവിങ് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. വേറെ ഒരു അപകടത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. കുശാമണ്ണ് എൻ്റെ ഓർമ്മ ശരിയാണ് 2011 ഇറാനിൽ ഇപ്പോൾ എണ്ണപ്പാടമാണ്. അപ്പോൾ അവിടെ ഒരു കുശാവൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു കപ്പൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 72 പേരോളം ആ കപ്പലിലുണ്ട്. അതുപോലെ ആ കപ്പലിൽ തന്നെ ഡൈവിങ് ആയതുകൊണ്ട് ഈ ചേമ്പറിൽ 6 പേരുണ്ട്. ഒരു 3 മിനിറ്റ് ഇതിൽ പെട്ടെന്ന് ഈ കപ്പൽ അപകടത്തിൽപ്പെടുവാണ്. കപ്പൽ അപകടത്തിൽപ്പെടുമ്പം എന്താ സംഭവിക്കുന്നത്? കപ്പൽ അപകടത്തിൽപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ വലിയ ടാങ്കർ കണക്ട് ചെയ്തിട്ടുണ്ട്, സിമെൻറ്റ് ടാങ്ക്. അപ്പോൾ സിമെൻറ്റ് ടാങ്കിൻ്റെ ബാലൻസ് പോയി എന്തൊക്കെ കടൽ പെട്ടെന്ന് അങ്ങ് ഇതായി, ഭയങ്കര റഫ് സീസണിലേക്ക് പെട്ടെന്ന് പോയി. ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഇത്ര സമയത്തിനകം അത് ഒരു സേഫ് ഹെവനിലേക്ക് ഒരുപാട് തിരയൊക്കെ വന്നിട്ട് ഈ സിമെൻറ്റ് ടാങ്ക് പൊട്ടി. സിമെൻറ്റ് ടാങ്ക് ആ ഇമ്പാക്റ്റിൽ ഈ കപ്പലിനെ പെട്ടെന്ന് ഒരു 3 മിനിറ്റ് അല്ലെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് അതേ സ്പീഡിൽ കപ്പലിനെ നേരെ വലിച്ച് ഈ പറയുന്ന അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം ഈ ഒരു ചെറിയ സമയം കൊണ്ട് കപ്പലിലുണ്ടായിരുന്നവരൊക്കെ ചാടി, കുറേ പേരൊക്കെ ലൈഫ് ജാക്കറ്റ് ഇട്ടു, അവർ രക്ഷപ്പെട്ടു. അതിലെ പോയ മുക്കുവന്മാരൊക്കെ വന്ന് ഇവരെ കുറേ പേരെയൊക്കെ രക്ഷിച്ചു. ഇപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 പേര് മരിച്ച ഒരു ആക്സിഡൻ്റ് ആണത്. ഈ ചേമ്പറിലായിരുന്നു? അല്ല, 6 പേര് ചേമ്പറിലായിരുന്നു. ബാക്കിയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ കൂട്ടി ഒരു 13 പേര് മരിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഈ 6 പേര് ചേമ്പറിൽ ജീവനോടെ നേരെ താഴോട്ട് പോവുക. ഓ ശരി. അപ്പോൾ ഈ ചേമ്പറിൻ്റെ അകത്തെ മർദ്ദം എന്ന് പറയുന്നത് സെയിം കടലിലെ മർദ്ദത്തിനേക്കാളും അതിനേക്കാളും കൂടുതലാണ് ഈ കപ്പലിൽ ചെന്ന് അടുത്തിട്ട്. അപ്പം വായു കൊണ്ട് ഈ ഡൈവർമാർ 6 പേരും ജീവനോടെ ഉണ്ട്. പിന്നെ അവരുടെ ഒരു ഡെത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് കുറേ മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്ലോ ഡെത്തിലേക്കാണ് അവർ പോകുന്നത്. അതായത് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് പതുക്കെ കുറയുന്നു. അവർ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ഗ്യാസിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുന്നു. അപ്പം ഇങ്ങനെ അവർ പതുക്കെ ഒരു 9-10 മണിക്കൂർ കൊണ്ട് അവർ മരിച്ചു. എല്ലാം വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ആ സമയമൊക്കെ ആകുമ്പം ഞങ്ങൾ ഓർക്കാറുണ്ട് ഇവരെ. വളരെ ഒരു ട്രാജിക്കായിട്ടുള്ളൊരു ഡെത്തായിരുന്നു. അതിൻ്റെ ഒരു സാൽവേർ ഓപ്പറേഷന് പോയത് ഒരു പ്രൊവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഷിപ്പാണ്. അന്ന് ആ ഷിപ്പിൽ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ദുലാം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രൊവിഡൻസ് എന്ന് പറഞ്ഞൊരു ഷിപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2011 നടന്നൊരു സംഭവമാണ്. ഇങ്ങനൊരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഫിഷ് അറ്റാക്ക്, പിന്നെ ഈ ഓഞ്ചീസിയുടെ തന്നെ ഒരുപാട് ഹെലികോപ്റ്ററുകൾ വെള്ളത്തിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2003 സാറിനൊക്കെ ഓർമ്മ കാണും, ഒരു 27 പേരുമായിട്ട് ഒരു ഹെലികോപ്റ്റർ ONGC ഉദ്യോഗസ്ഥരുമായിട്ട് ബോംബെ ഹൈയിലേക്ക് പോയ ഒരു 27 പേരുമായിട്ട് പോയേക്കുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ അപകടം. അപ്പോൾ അതിൻ്റെയൊക്കെ സാൽവേജ് ഓപ്പറേഷൻസ് അതൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യന് ഒരുപാട് ഷോക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എത്ര സമയം എടുത്തു അതൊക്കെ തീരാനായിട്ട്? ഈ 27 പേര് ഹെലികോപ്റ്ററുമായിട്ട് പോയത് ഞങ്ങൾ ഒരു 1 hour അല്ല, ഒരു 1 hour ഡിസ്റ്റൻസിൽ ഞങ്ങൾ വേറൊരു കപ്പലിൽ ഞങ്ങൾ ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 27 പേരുമായിട്ട് പോകുന്നത്. അന്നേരം തന്നെ ഞങ്ങൾ അത് പോയിട്ട് ഹുക്ക് ഓൺ ചെയ്തു. പക്ഷേങ്കിൽ ഞങ്ങൾക്കത് ബാക്കിയുള്ള ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോ കാര്യങ്ങളൊക്കെ ഡിലേ വന്ന് എനിക്കൊന്ന് നെക്സ്റ്റ് ഡേയിലാണ് ഈ ഹെലികോപ്റ്റർ പൊക്കിയെടുക്കുക. അന്നത്തേക്ക് ഭയങ്കരമായിട്ട്
റഫായി, റഫായിട്ട് ഈ ഹെലികോപ്റ്ററിൻ്റെ ടെയിൽ തകർന്നിട്ട് ഈ പൊക്കിയെടുക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കാർഗോ നെറ്റ് വല കംപ്ലീറ്റ് ആയിട്ട് ആദ്യം പോയി കവർ ചെയ്യും. എന്നിട്ട് പോലും ഒരു 2-3 ബോഡി എൻ്റെ ഓർമ്മയിൽ ഊർന്ന് ഞങ്ങളുടെ മുന്നേ കൂടെ ഈ ഹെലികോപ്റ്റർ പൊക്കുന്ന ടൈമിൽ ഊർന്നിറങ്ങി താഴോട്ട് പോയി. അപ്പം ഈ റബ്ബർ ബോട്ട് ഉണ്ടല്ലോ, റബ്ബർ ബോട്ടിൽ പോയി ഡൈവേഴ്സ് തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡൈവേഴ്സ് പോയി ഇങ്ങനെ താഴെ പോയ ബോഡി ഓരോന്നോരോന്ന് പൊക്കിയെടുത്ത് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഷിപ്പിൽ കൊണ്ടുവന്ന് പിന്നെ അത് നേരെ കരയ്ക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയറിന് വേണ്ടി പോയി. ഈ മുങ്ങൽ വിദഗ്ധരുടെ ഡൈവിങ്, അതിനൊരു ശാസ്ത്രീയമായ ഒരു തിയറി ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം? ശാസ്ത്രീയമായിട്ട് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പം കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് തിയറികൾ, ചാൾസ് ലോ, ബോയിൽസ് ലോ, ഡാൽട്ടൺസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇങ്ങനൊരു 5-6 തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ ഒരു PV = nRT എന്ന് പറഞ്ഞുകൊണ്ടൊരു നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് ലോ. ബേസിക്കലി ആ ഒരു ലോ അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, ഇതിൻ്റെ യൂസേജ് എന്താണ് ഒക്കെ നമ്മൾ വളരെ കൗതുകരമായിട്ട് അന്നത്തെ ആ ബാല്യത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ ഈ ഡൈവിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു യൂസേജാണ്. അത് പ്രഷർ ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ, പെർസെൻറ്റേജ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൈവിങ് പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനെ നിലനിർത്തുന്ന തിയറികൾ. 34 വർഷത്തെ പരിചയം ഈ രംഗത്തുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ജീവിതത്തെക്കുറിച്ച് ഈ രംഗം തിരഞ്ഞെടുക്കാൻ ഉണ്ടായ സാഹചര്യം, പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് അനുഭവ പരിചയമുണ്ട്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഞാൻ ഈ ഫീൽഡിലേക്ക് ആക്ച്വലി ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതല്ല, പക്ഷേ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഷിപ്പിങ്ങിലേക്ക് ഞാൻ പോകാനായിട്ടുള്ള ആദ്യപടി എൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ പാസ്സായി തിരിച്ച് വന്ന് മെഡിക്കലി ഒരു ഐസൈറ്റിൻ്റെ ഒരു ചെറിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ബോംബെയിൽ കൂടെ പോകുന്ന സമയത്താണ്, എൻ്റെ ഫാദർ അന്ന് ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനിലാണ്. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ അപ്പം ഫാദറിൻ്റെ ഓഫീസിൽ പോയപ്പം ഫാദർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഡ്വേർഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഓഫീസ് ടൈപ്പ് സ്റ്റാഫിനെ കാണുന്നു. അപ്പോൾ പുള്ളിയായിട്ട് സൗഹൃദമാകുന്നു. അപ്പോൾ പുള്ളി ഇതിനെപ്പറ്റി, ഡൈവിങ്ങിനെ പറ്റി എനിക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ തരുന്നത്, പുള്ളിക്ക് ഇപ്പം ആധികാരികമായിട്ടുള്ള ഒരു നോളജ് ഇല്ല, ഒരു ഗോവനാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. UK പോയിട്ട് അന്ന് പഠിക്കണം, അപ്പോൾ UK പോയി പഠിക്കാം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഈ ഫീൽഡിലോട്ട് വന്നു കഴിയുമ്പം ബേസിക്കലി ജനിച്ചതും വളർന്നതും എല്ലാം ഈ ഫീൽഡ് കഴിഞ്ഞ 34 വർഷമായിട്ട് ഇവിടെ നിൽക്കുമ്പം തീർച്ചയായിട്ടും അത് അഭിമാനമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ AI ഒരു വലിയ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോഴും ആ ഒരു തരത്തിലേക്കുള്ള ഒരു ടെക്നോളജി ഇന്നും വളർന്നിട്ടില്ല. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വളരാനായിട്ട് ഒട്ടും സാധിക്കത്തില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൈവ് ചെയ്ത് പോയി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കുറച്ചൊക്കെ റിമോട്ട് ഓപ്പറേറ്റഡ് വെസൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ROV എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെക്നോളജിക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഡൈവിങ്ങിനെ റീപ്ലേസ് ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ടും ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് പുതിയ ടെക്നോളജിക്ക് ഒരു കാരണവശാലും സാധിക്കത്തില്ല. മനുഷ്യൻ തന്നെ വേണം. ഇത് ചെയ്യണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണമല്ലോ.